ഏവർക്കും പ്രദർശനത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതായിട്ടുള്ള ഗ്രഹദോഷ ശാന്തിക്കായിട്ട് ഏതെല്ലാം ദേവന്മാരെ അല്ലെങ്കിൽ ദേവതകളെയാണ് ആരാധിക്കേണ്ടത് എന്നതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബുധൻ വരെയാണ് ചെയ്ത് നിർത്തിയത്. ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് വ്യാഴം, ജൂപ്പിറ്റർ. വ്യാഴത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബൃഹസ്പതി, വാമനാവതാരം, ദത്താത്രേയൻ ഇവരെയൊക്കെ ആരാധിക്കുന്നത് നല്ലതായിട്ട് പറയാറുണ്ട്. പക്ഷേ ഈ വാമന ആരാധനയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ തൃക്കാക്കര അമ്പലമൊക്കെ ഉണ്ട്. അതുപോലെ ദത്താത്രേയൻ ഒക്കെ ആണെങ്കിലും ഈ അമ്പലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വ്യാഴത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആളാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം തന്നെ സദ്ഗുരു തന്നെയായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ സദ്ഗുരു ആരാണ്? അദ്ദേഹമാണ് ആ വ്യാഴത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആള്. ഇപ്പൊ ഷിർദി സായി ബാബയാണെങ്കിൽ അദ്ദേഹമാണ് ആ വ്യാഴത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഗുരു ആയിട്ട് അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അമൃതാനന്ദമയ്യമ്മയാവാം, ശ്രീരാമകൃഷ്ണ പരമഹംസരാവാം. നിങ്ങളുടെ സദ്ഗുരു ആരാണോ അദ്ദേഹത്തിനായിരിക്കും ആ വ്യാഴത്തെ, ആ ഗുരുവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല കഴിവ്. ഇനി ആ ഗുരുവിന്റെ ദോഷം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് റെമഡി ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗുരുവിനെ സേവിക്കുക തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ റെമഡി എന്ന് പറയേണ്ടത്. കൂടാതെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഫലിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ചെറിയ കുട്ടികൾക്ക് വ്യാഴം ഈ കുട്ടികളെ ഒക്കെ സംബന്ധിച്ചിട്ട് പറയാറുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ പാൽപ്പായസം എല്ലാം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൂടാണ്ട് ഈ പഴക്കൊല നമ്മൾ പഴമൊക്കെ അമ്പലങ്ങളിലൊക്കെ കൊടുത്തിട്ട് അത് ഭഗവാനെ നേദിച്ചതിന് ശേഷം, കൃഷ്ണന്റെ അമ്പലത്തിലോ എവിടെയെങ്കിലും നമുക്ക് നേദിച്ചതിന് ശേഷം അത് അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ വിതരണം ചെയ്യുകയാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് ആശ്വാസം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ശുക്രൻ, വീനസ്. അപ്പൊ ശുക്രൻ നിങ്ങൾക്ക് ദോഷകരമായിട്ട് ഭവിക്കുകയാണെങ്കിൽ അതിനെ ആരാധിക്കേണ്ടതായിട്ടുള്ള ആള് എന്ന് പറയുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ശുക്രദശ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കാര്യം എന്താണ്? സമ്പത്ത്, അഭിവൃദ്ധി എല്ലാം കൊണ്ടുവരുന്നതാണ് ശുക്രൻ എന്ന് പറയും അല്ലേ. അപ്പോ ലക്ഷ്മി ദേവിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ദേവിയുടെ ആഭരണങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ ദേവി ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങളെല്ലാം ദേവിയുടെ കൈകളിൽ നിന്ന് വർഷിക്കുന്നതായിട്ടുള്ള ഭാവത്തിലിരിക്കുന്ന രീതിയാണ് അല്ലേ. അപ്പോ ആ ലക്ഷ്മി ദേവിയെ തന്നെയാണ് നിങ്ങൾ ആ ശുക്രന്റെ കൺട്രോളിന് വേണ്ടിയിട്ട്, ശുക്രഗ്രഹം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ ചില ആളുകൾക്ക് ഈ ശുക്രൻ അസ്ഥാനത്തൊക്കെ ആണെങ്കിൽ അവരുടെ കല്യാണമൊക്കെ താമസമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഈ ലക്ഷ്മി ദേവിയുള്ള അമ്പലങ്ങൾ, പ്രത്യേകിച്ചും ലക്ഷ്മി നരസിംഹം അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളൊക്കെ നമുക്ക് പൊതുവിൽ ഈ ലക്ഷ്മി ദേവി മാത്രമായിട്ടുള്ള അമ്പലങ്ങൾ നമ്മുടെ നാട്ടിൽ അല്പം കുറവാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുള്ള അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ പാൽപ്പായസം എല്ലാം ആളുടെ പേരിൽ പിറന്നാൾ ദിവസം വരുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കല്യാണത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ലക്ഷ്മി ദേവീനെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. പൊതുവിലൊരു പറച്ചിലുണ്ട്, മഹാവിഷ്ണുവിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. കാരണം ഭർത്താവുള്ളിടത്ത് ഭാര്യയും വസിക്കുമെന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രീതി വരുത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് പറയേണ്ടത് ശനിയാണ്. ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എവർക്കും ഒരു പേടിയാണ്. ഏഴര ശനി, കണ്ടക ശനി, ജന്മ ശനിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. അയ്യോ ശനിദശയാണ് എനിക്ക് ശനിദശയാണ്. ഈ നമ്മൾ ശനിദേവനെ ബ്ലെയിം ചെയ്യണേക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം നിങ്ങളുടെ തന്നെ കർമ്മഫലം നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അതായത് നിങ്ങൾ കട്ടെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, എവിടെ നിന്നുണ്ടെങ്കിലും ഒരു സാധനം കട്ടെടുത്തിട്ട് അത് വെച്ചിട്ട് നല്ല ലാവിഷായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ജയിലിൽ പോയി അതിന്റെ കുറ്റം ഏൽക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ, ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ശനിയുടെ കാര്യം. അപ്പോൾ ചിലവർ ചോദിക്കും, ഞാൻ ഈ ജന്മത്തിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ എത്ര ജന്മം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവോ? എത്രയോ ജന്മങ്ങൾ നിങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ജന്മങ്ങളിൽ നിന്നുമെല്ലാം ഉള്ള ആ പാപഭാരങ്ങളുടെ എല്ലാം കണക്കുകൾ അവിടെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫലം നൽകുന്ന ആളാണ് ശനിദേവൻ. അപ്പൊ ശനിദേവൻ ഒരിക്കലും
നിങ്ങൾ ആ തെറ്റിനി ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. അപ്പോൾ ശനിദശയിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെയിൻ കാര്യം ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണം ആ സമയത്ത്. അപ്പൊ ശനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗ്രഹങ്ങൾ, ശനി സ്വയമേവ നവഗ്രഹങ്ങളിൽ ദേവസ്ഥാനമുള്ള ഒരേ ഒരു ഗ്രഹമാണ് ശനി. ശനിദേവൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ശനിദേവൻ അങ്ങനെ തന്നെ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് മഹാദേവനെ അദ്ദേഹത്തിന് ഗുരുതുല്യനാണ് ശനിയുടെ. അപ്പോൾ മഹാദേവനെ അദ്ദേഹം അനുസരിക്കും. കൂടാതെ ഹനുമാൻ സ്വാമി തന്റെ വാലുകൊണ്ട് ശനിയെ ബന്ധിച്ച ആളാണ്. ഹനുമാൻ സ്വാമിയുടെ ഭക്തന്മാരെ ശനി ആക്രമിക്കില്ല എന്നാണ് പൊതുവിലുള്ള ഒരു വിശ്വാസം. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ പ്രീതി വരുത്തുക. കൂടാതെ ഉപായം കൊണ്ട് ശനിയെ കീഴടക്കിയ ആളാണ് ഗണപതി. അപ്പോൾ ഗണപതിയെയും ആശ്രയിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ശനിയുടെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി രാഹുവിൻ്റെ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. രാഹുവിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാഹു കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ആശ്രയിക്കാവുന്ന ദേവൻ ഏതാണെന്നാണ് പറയേണ്ടത്. അതിനു മുമ്പ് ഒരു കാര്യം വിട്ടുപോയത്, ശനിക്ക് ശാസ്താവിൻ്റെ പ്രീതി വരുത്തുന്നത് നല്ലതാണ്. കലിയുഗവരതനാണല്ലോ അയ്യപ്പ സ്വാമിയായിട്ടിരിക്കുന്ന ആ ശാസ്താവിനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്നതും ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നല്ലതാണ്. കൂടാതെ ഹനുമാൻ സ്വാമി, മഹാദേവൻ ഇവരുടെ പ്രീതി ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി രാഹുവിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, രാഹുവിന് പൊതുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സർബാനു എന്ന അസുരന്റെ തലയാണല്ലേ രാഹു എന്ന് പറയുന്നത്. അപ്പോൾ രാഹു മോശം സ്ഥാനത്താണെങ്കിൽ ആസക്തികളൊക്കെ കൂടുതലാണ്. അതുപോലെ ചിലപ്പോൾ പേടികൾ, ഫോബിയാസുകളൊക്കെ വരും, ആസക്തികളൊക്കെ കൂടുതൽ വരും. അപ്പോൾ രാഹുവിനെ ബന്ധിക്കാനായി, രാഹുവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നത് വരാഹാവതാരം, ഈ യജ്ഞവരാഹം എന്ന് പറയുക അല്ലേ. ആ ഹിരണ്യാക്ഷൻ തൻ്റെ ആസക്തി വളരെയധികം കൂടുതൽ. ഹിരണ്യാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ സ്വർണത്തിൽ കണ്ണു ഉള്ളവനാണ്. അത്യാർത്ഥി ഉള്ളവനൊക്കെ ഹിരണ്യാക്ഷന്മാരാണ്. ആള് കൊണ്ടുപോയിട്ട് ആ ഭൂമിദേവിയെ കൊണ്ടുപോയിട്ട് സമുദ്രത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു അല്ലേ. അപ്പൊ ആ സമുദ്രത്തിൽ നിന്നും ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വന്ന അവതാരമാണ് അല്ലേ ഈ വരാഹാവതാരം, ആ യജ്ഞവരാഹം. അപ്പൊ വരാഹമൂർത്തിയെ ആശ്രയിക്കുന്നത് ഈ രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. വരാഹാവതാരം ഭൂമിയെ ഉയർത്തി കൊണ്ടുവരുന്നതായിട്ടുള്ള രൂപത്തിലിരിക്കുന്ന വരാഹാവതാരം, അത് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണ്. അതുകൂടാതെ രാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ദേവതയാണ് ഭദ്രകാളി. കാരണം ദേവിയുടെ കയ്യില് ഒരു അസുരന്റെ ശിരസ് നമുക്ക് കാണാൻ സാധിക്കും. ശിരസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം അഹംഭാവം, അഹങ്കാരം, ഈഗോ ഇതിനെയൊക്കെയാണ് കുറിക്കുന്നത്. അപ്പൊ അത് നശിപ്പിക്കാനാണ് നമ്മൾ തേങ്ങയൊക്കെ അടിക്കണത്. ഗണപതിക്ക് മുമ്പ് തേങ്ങ അടിക്കും. അതുപോലെ തന്നെ പഴനിയിലൊക്കെ പോകുന്ന സമയത്ത് മുടിയൊക്കെ പഠിച്ചു കളയും. കാരണം തല വെട്ടി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് ചെയ്യുന്ന ക്രിയകളാണ് അതെല്ലാം. അപ്പോൾ ആ ശിരസിനെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ആളാണ് ഭദ്രകാളി. അപ്പൊ എന്തായാലും ഈ രാഹുവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദേവിക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ദേവിയെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഭൈരവമൂർത്തി അതേ സങ്കല്പത്തിൽ തന്നെ പറയാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഭൈരവമൂർത്തിയെയും ആശ്രയിക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ടുള്ളത് കേതുവാണ്. കേതുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തലയില്ല അല്ലേ. അപ്പോൾ ദേവന്മാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തല പോയ ഒരു ദേവനാണ് ഗണപതി. തല പോയിട്ട് പിന്നീട് ഗണപതിക്ക് ആനയുടെ തല വെച്ച് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കേതുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദേവൻ ഈ ഗണപതിയാണ്. കാരണം ഈ കേതുദശാകാലത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മെന്റൽ ഫോഗിങ് എന്ന് പറയും. നമ്മളുടെ ചിന്തകൾക്കൊക്കെ ഒരുമാതിരി ഒരു പുകമറ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ആ കേതുദശ അനുഭവിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും. അവർക്ക് ശരിയായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ബുദ്ധിക്കൊക്കെ ഒരു മങ്ങലേറ്റ പോലെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് വരും. തലയ്ക്ക് എപ്പോഴും തലവേദനകൾ, അങ്ങനെയൊക്കെ ആ ഒരു പ്രഷറൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു തോന്നൽ, ഇതൊക്കെ കേതുദശയിൽ അനുഭവിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഏകദേശം ഇതേപോലെ തന്നെ ഉള്ള അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടുള്ള അതിൽ കൂടി കടന്നു പോയിട്ടുള്ള ആരെയാണ്? ഗണപതിയാണ് അല്ലേ. അദ്ദേഹത്തിന്റെ തല വെട്ടിമാറ്റിയതാണ്. അപ്പോൾ തല കൊണ്ടുവന്നിട്ട് ആനയുടെ തലയാണ് അവിടെ വെച്ചത്. അപ്പോൾ ആ ദേവനെ ആശ്രയിക്കുകയാണെങ്കിൽ കേതുവിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഗണപതിക്ക് കർഗഹോമം, പുല്ല് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ്
ഈ ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ടതായിട്ടുള്ള ആ ദേവതമാരെ പറ്റിയുള്ള സങ്കല്പങ്ങളെല്ലാം പറഞ്ഞത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ചൊവ്വ അസ്ഥാനത്തൊക്കെ നിന്നാലുള്ള ദോഷങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് റെമഡീസിനെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.